പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം
സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളൊരു സംഭവമുണ്ട്. ഞാൻ ഇപ്പോൾ അത് വേറൊരു ആംഗിളിൽ നിങ്ങളോട് പറയുകയാണ്. അതായത് ഈ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നത എന്നുള്ളത് ഈശോ ഐഡൻറ്റിഫൈ ചെയ്ത് തന്ന ഒരു ആധ്യാത്മിക പ്രമേയമാണ്. ദൈവ തിരുസന്നിധി സമ്പന്നത എന്ന് വെച്ചാൽ ഒരാൾക്ക് ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാൻ പറ്റുമെന്ന്. ലൂക്ക 12:21. ലൂക്ക 12:21. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. അപ്പൊ ഇവിടെ ഒരു ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒരു കുർബാന ഇട്ടിട്ടുണ്ട് ഈശോ. എന്താ ഇട്ടിരിക്കണത്? ദൈവ തിരുസന്നിധിയിൽ ഒരു വ്യക്തിക്ക് സമ്പന്നനാകാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ അതൊരു ഈശോ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ആധ്യാത്മിക പ്രമേയമാണത്, ദൈവത്തിൻ്റെ സമ്പന്നത. ഇനി രണ്ട് തരത്തിലുള്ള ആൾക്കാരെ സമ്പത്ത് ശേഖരിക്കുന്ന രണ്ട് തരമായിട്ട് ഈശോ തിരിക്കും. എന്താണ്? ദൈവത്തിരുസന്നിധി സമ്പന്നത നേടുന്നവരും പിന്നെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നവരും. ഇനി നമ്മുടെ ഒരു വിഷയം ദൈവത്തിരുസന്നിധി ഒരാൾക്ക് എങ്ങനെ സമ്പന്നനാകാൻ പറ്റും എന്നാണ്. അപ്പം നിക്ഷേപമുണ്ട്, നമ്മൾ തിരിച്ചൊന്നും വാങ്ങിക്കണില്ല, തിരിച്ച് വാങ്ങിക്കും. നമ്മൾ ഓരോരുത്തർ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റണില്ല. അതൊക്കെ ഇൻഷുറൻസ് പോലെ അങ്ങനെ കിടക്കുകയാണ്. അത് എങ്ങനെയാണ് ദൈവത്തിരുസന്നിധി സമ്പന്നനാകാൻ കഴിയണത്? ഇതൊരു ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞാൽ. ബൈബിൾ അറിയാമല്ല, ആധ്യാത്മികമായ ഒത്തിരിയേറെ നോട്ടുകളുള്ള വലിയൊരു ട്രഷറാണ് ബൈബിള്. ലൂക്ക 6:35. തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. നിങ്ങൾ അത്യുന്നത പുത്രന്മാരെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. എന്നുവെച്ചാൽ ഈ ദൈവത്തിന് സന്മനാകാൻ ഉള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യണതാണ്. നമ്മൾക്ക് രണ്ട് തരത്തിൽ സമ്പന്നരാകാൻ പറ്റും. ഒന്ന്, ഈ ദൈവ തിരുസന്നിധി തന്നെ നമുക്ക് ഇതുപോലെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് സമ്പന്നത നേടാൻ പറ്റും. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി 10 കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ ദൈവം ചിലപ്പോൾ 3 കാര്യങ്ങളെ നമുക്ക് സാധിച്ചു തരത്തുള്ളൂ. ബാക്കി 7 നമുക്ക് ന്യായമായിട്ട് തരാൻ പറ്റും. കാര്യം മറ്റുള്ളവർക്ക്, നമ്മളെക്കാൾ കഴിവില്ലാത്തവർക്കും യോഗ്യതയില്ലാത്തവർക്കും ദൈവവുമായി ബന്ധമില്ലാത്തവർക്കും ദൈവം അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ എന്തോ ദൈവം അത് റിസർവ് ചെയ്തിരിക്കുന്നു, തരണില്ല. അപ്പോൾ തിരിച്ചു കിട്ടും എന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ പ്രതിഫലം വലുതായിരിക്കും എന്നാണ്. ആ പ്രതിഫലം ഏതാണ്? നിത്യതയാണ്. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ ദൈവത്തിരുസന്നിധി സമ്പന്നനാകാൻ വേറെയും മാർഗമുണ്ട്. ഇപ്പോൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില മനുഷ്യന്മാരെ നമ്മൾ ഇപ്പോൾ തന്നെ, ഞാൻ ഓരോ രോഗികളെയൊക്കെ ആശുപത്രി കാണാൻ പോകത്തില്ലേ, ഇപ്പോൾ ഉറ്റവരെയും സഹപ്രവർത്തകരെയും ഇതൊക്കെ എല്ലാം കാണാൻ പോകും. അല്ലാത്തവരെ എന്നെ പരിചയമുള്ള അടുപ്പമുള്ള ജീവിച്ചിരുന്ന കാലത്ത് എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യരെയൊക്കെ അവർക്ക് ആശുപത്രിയിൽ പെട്ടുപോകുമ്പോൾ ചെല്ലും. ഞാൻ ചെന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ അവരെന്നെ കണ്ട ചിരിക്കത്ത് പോലും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. കാര്യം എന്താ? അവർ കോമായിലാണ്. ഞാൻ അവർക്ക് വേണ്ടി പണ്ടവർ എൻ്റെ നിഴല് കണ്ട കയ്യും കൂപ്പി സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ച ആൾക്കാർ ഇപ്പം നിർവികാരമായിട്ട് എൻ്റെ മുഖത്ത് നോക്കും. എന്താ കാര്യം? അവർക്ക് ബോധമില്ല, അവരുടെ ബോധം പോയി, അവർ കോമായിലാണെങ്കിൽ പിന്നെ കണ്ണും തുറക്കത്തില്ല. ചിലർ കണ്ണ് തുറക്കും, പക്ഷെ നമ്മളെ മനസ്സിലാകത്തില്ല. അപ്പോഴും നമ്മൾ അവരൊക്കെ ഇപ്പം എന്തുമാത്രം ബൈസ്റ്റാൻഡേഴ്സ് ആണെന്നറിയാമോ? ഈ രോഗികളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ എടുത്തുകൊണ്ട് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണത്. ചിലരൊക്കെ ഇപ്പോൾ ആയിക്കൊണ്ടാണ് ചെയ്യണത്. കാര്യം ഞാനേ ഉള്ളൂ, ഇവർക്ക് മക്കളുണ്ടല്ല, ഒന്നും തിരിഞ്ഞു നോക്കിയില്ല, എല്ലാം എൻ്റെ മുതുകത്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ ആകിക്കൊണ്ടൊക്കെ ചെയ്യും. അത് ഇങ്ങനെ സാധാരണ ജഡിക മനുഷ്യരങ്ങനെ ചെയ്യും.
പക്ഷേ ചിലർക്ക് നല്ല ബുദ്ധിയുള്ളവരുണ്ട്. അവരെന്താണ്, ഈ രോഗിയിൽ നിന്നൊരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ അവരിന് ബോധമില്ലാതെ മരിച്ചു പോയുള്ളൂ, നമുക്കറിയാതെ. അവർ ഇനി സുഖപ്പെട്ട് വന്ന് നമുക്കൊരു നന്ദി പറയത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അങ്ങനെയുള്ളവരെ നിങ്ങൾ വിഷമിക്കരുത്, അത് ഞാനാണെന്ന് കരുതിയാൽ മതിയെന്ന്. അതാണ് വിഷയം. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നേ പറയില്ല. അപ്പം നിങ്ങൾക്ക് പ്രത്യുപകാരമോ പ്രതിഫലമായിട്ട് ഒരു പുഞ്ചിരിയോ കൈകുപ്പ് പോലും തരാത്ത ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതാണ് ഇതെല്ലാം തരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നത്. അപ്പം ഇതെല്ലാം തരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതിന് 10 പോയിൻ്റ് കൃപയുണ്ടെങ്കിൽ ഈ ഒരു പുഞ്ചിരി പോലും തരാത്ത ആൾക്കാരെ നമ്മൾ ആരും കാണാതെ തന്നെ, ഒരു നല്ല വാക്ക് പോലും കേൾക്കാതെ തന്നെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് 1000 പോയിൻ്റ് കൃപയാണുള്ളത്. എന്താ കാര്യം? അത് കർത്താവാണെന്നും പറഞ്ഞാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെയാണ് ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകണത്. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡോക്ടർ ആൻ്റണി പോൾസൺ. ഇതെൻ്റെ അമ്മ, അതെൻ്റെ സഹോദരി. ഞങ്ങൾ കാലടിയിൽ നിന്ന് വരുന്നു, അങ്കമാലിക്കടുത്ത് കാലടിയിൽ നിന്ന്. 2018 ഡിസംബറിൽ എൻ്റെ പാരൻസ്, അപ്പച്ചനും അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ സഹോദരിക്ക് വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലായിരുന്നു. 2 തവണ IVF ഫെയിലായതാണ്. അതിനുശേഷമാണ് ഞങ്ങളിവിടെ ആശ്രയം തേടിയെത്തുന്നത്. ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിലെ ICU കൺസൾട്ടൻ്റായിട്ട് ക്രിട്ടിക്കൽ കെയർ മെഡിസിനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻറ്റൻസിവിസ്റ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നടക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഞാനും എൻ്റെ പാരൻസ് ഇവിടെ എത്തുന്നത്. കാരണം 2 തവണ IVF ഫെയിലായതാണ്. കൊടികുത്തിയ എംബ്രിയോളജിസ്റ്റുകളും ഫീറ്റൽ മെഡിസിൻ കൺസൾട്ടൻസുകളും ഗൈനക്കോളജിസ്റ്റുകളും ശ്രമിച്ചിട്ടും സാധിക്കാത്തതാണ് എൻ്റെ ചേച്ചിക്ക് മാതാവ് ഉടമ്പടി എടുത്തതിന് ശേഷം 2 മാസത്തിനുള്ളിൽ സാധിച്ചു തന്നത്. 2018 ഡിസംബറിൽ ഉടമ്പടി എടുത്തു. വിതിൻ 2 മന്ത്സ് ചേച്ചി കൺസീവ് ആവുകയാണ് ചെയ്തത്. എൻ്റെ മേഖലയിൽ നിന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രാവർത്തികമാകാവുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു അത്. അത്രമാത്രം എല്ലാ ഫാക്ടേഴ്സുകളും നെഗറ്റീവായിരുന്നു. എന്നിട്ടും മാതാവ് അത് നടത്തി തന്നു. അങ്ങനെ കിട്ടിയ 2 ആൺകുട്ടികളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 2, എൻ്റെ മമ്മിക്ക് വിട്ടുമാറാത്തൊരു കാലുവേദന ഉണ്ടായിരുന്നു. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊങ്കിച്ചാടി നടക്കുന്ന ഒരു അമ്മേനെയാണ് ഞാൻ കാണാറുള്ളത്. ഉപ്പൂറ്റിയുടെ അവിടെ ഒരു കാൽക്കേനി എന്ന് പറഞ്ഞ എല്ലിൻ്റെ അവിടെ ഒരു സ്പർ ഉള്ളതാണ്. അത് കീറിയാലും വീണ്ടും ഉണ്ടാവും, റിക്കർ ചെയ്യും. കാല് നിലത്ത് കുത്താൻ പറ്റത്തില്ല. അങ്ങനെ തൊങ്കി നടക്കുന്ന ഒരു അമ്മ. മകൻ ഈ ഫീൽഡിൽ ഇരുന്നിട്ടും പ്രോപ്പറായിട്ട് ചികിത്സിക്കാത്തത് എന്ത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ വരെ ഞാൻ കേട്ടിരുന്നു. അലോപ്പതിയിൽ വേറെ ഒന്നുമില്ല. പല ഡോക്ടേഴ്സും പറഞ്ഞത് എൻ്റെ കാലിലാണെങ്കിൽ ഞാനത് കീറി കളയില്ലായിരുന്നു എന്നാണ്. ആയുർവേദം പരീക്ഷിച്ചു, ഉഴിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചു, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് വളരെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം തന്നെ, എപ്പോൾ എന്നറിയില്ല, പെട്ടെന്ന് ഈ കാലുവേദന മാറി. അതിലും വലിയ പ്രശ്നങ്ങളിൽ നമ്മൾ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് നമ്മൾ മൈൻഡ് ചെയ്തില്ല. പിന്നീട് അത് ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോഴാണ് വേദനയില്ല എന്നുള്ളത് അറിയുന്നത്. 3ാമത് എൻ്റെ MD അനസ്തേഷ്യ എക്സാം ഞാനൊരു DMD യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അവരുടെ തീരുമാനങ്ങളായി, ആർക്കും അതിനൊരു മേൽക്കോയ്മയൊന്നുമില്ല. അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് ഫൈനൽ. ഒരാഴ്ച മുമ്പ് എക്സാം അനൗൺസ് ചെയ്യുകയും റിവിഷൻ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ജസ്റ്റ് പേരിന്, അതിനിടയിലും ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പാസ്സാക്കാൻ ഒരു നിർവാഹവും മാനസികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. പിന്നെ 2 കൽപ്പിച്ച് പോയി എക്സാം എഴുതി. MD അനസ്തേഷ്യ ഫസ്റ്റ് ക്ലാസ്സോട് കൂടെ പാസ്സായി. അതിനുശേഷം IDCCM ചെന്നൈ അപ്പോളോയിൽ ചെയ്തപ്പോഴും ദിനരാത്രങ്ങളുടെ അധ്വാനമായിരുന്നു. എന്നെ സംബന്ധിച്ച് അതൊന്നും നിർവചിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. ICUവിൽ രാവും പകലും, അതും ചെന്നൈ അപ്പോളോ എന്ന് പറയുമ്പോൾ വളരെ VVIP ആയിട്ടുള്ള പേഷ്യൻസുകൾ മാത്രമാണ് അവിടെ വരിക. അത്രയും ഹൈഫൈ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ മാത്രമുള്ള പ്രവൃത്തി പരിചയമോ ക്ഷമയോ ഒന്നും അറിവോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പലതവണ ഞാൻ കോഴ്സ് ഇട്ടിട്ട് പോരാന്ന് വിചാരിച്ചതാണ്. എങ്കിലും 1 വർഷം അല്ല, 1 വർഷം തികയ്ക്കാൻ നിന്ന എന്നെക്കൊണ്ട് മാതാവ് 2 വർഷം അവിടെ തികപ്പിച്ചു. ആ സമയത്ത് കോവിഡും അങ്ങനെ വന്നുവിട്ടു. അങ്ങനെ 2 വർഷം ഞാൻ അവിടെ പൂർത്തിയാക്കി. ഇപ്പോൾ എൻ്റെ പരീക്ഷ പാസ്സായി, എൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വന്ന് വീട്ടിലിരിക്കുന്നുണ്ട്. 1-ാം മാസം തന്നെ ഞാൻ ഇട്ടിട്ട് പോരാൻ ഒരുപാട് തവണ ഓങ്ങിയതാണ്. അതും ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നു. അതും അപ്പച്ചൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. 5ാമതായിട്ട് എൻ്റെ മമ്മിയുടെ സഹോദരിയുടെ പെൻഷൻ റിട്ടയർ ആയിട്ടും 4 വർഷമായിട്ട് മുടങ്ങിക്കിടക്കായിരുന്നു. വത്സ കുര്യൻ.
പല ക്ലർക്കുകളുടെ അനാസ്ഥ കൊണ്ടോ മറ്റ് നിയമങ്ങളുടെ കുരുക്കുകളിൽ പെട്ട് കിടക്കുന്ന മുടങ്ങിക്കിടന്നിരുന്ന പെൻഷൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് വിതിൻ 2 months റിലീസായി എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് മാതാവ് എത്തിച്ചു. ഉടമ്പടി എടുത്തതും അതിൻ്റെ പ്രോട്ടോക്കോളും പാലിച്ചത് മുഴുവൻ എൻ്റെ അപ്പച്ചനും അമ്മയാണ്. ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കും, താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാറൊന്നുമില്ല, അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ടുമില്ല. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു 5 നിയോഗങ്ങൾ വെച്ച് ഞാൻ ഉടമ്പടി ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് 3 മാസത്തിനുള്ളിൽ ഞാൻ വീണ്ടും ഇതേ പ്ലാറ്റ്ഫോമിൽ വന്ന് ആ ഉടമ്പടികളുടെ സാധിച്ചു കിട്ടിയതിനുള്ള സാക്ഷ്യം തരുമെന്ന് ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ ഉടമ്പടി എടുത്ത് 2018 ഉടമ്പടി എടുത്തത്. ഇപ്പോൾ കുട്ടികൾക്ക് 2.5 വയസ്സ് കഴിഞ്ഞു, 3 വയസ്സാവാൻ പോകുന്നു. സാക്ഷ്യം പറയാൻ ഇത്രയും വൈകിയതിൽ മാതാവിനോട് ആത്മാർത്ഥമായി ഞാൻ മാപ്പപേക്ഷിക്കുന്നു, ഞാനും എൻ്റെ കുടുംബവും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോഴും സാധ്യതകൾ കാണാതിരിക്കുമ്പോഴും നമ്മുടെ കുറവുകളൊക്കെ ഉടനടി പരിഹരിക്കുവാനായിട്ടുള്ളൊരു മാർഗം പരിശുദ്ധ മാതാവ് കാണിച്ചു നൽകുന്നുണ്ട്. കാനായിൽ വീഞ്ഞു തീർന്നു പോയ സമയത്ത് ഉടനടി ആ പ്രശ്നം ആരും അറിയാതെ പരിഹരിക്കുന്നതിന് പരിശുദ്ധ അമ്മ അവർക്കൊരു മാർഗം പറഞ്ഞു കൊടുക്കുന്നു. അത് ഈശോയെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. ഈശോ പറഞ്ഞത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നുള്ളതാണ്. അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ടുള്ള സമയം ആയിട്ടില്ല എങ്കിലും പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചു എന്നുള്ളത് കൊണ്ട് ആ അപേക്ഷ സ്വീകരിച്ച് ആ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിലും ദൈവം നമുക്ക് ചെയ്തു നൽകുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഒന്നുകൊണ്ടാണ് നമ്മുടെ ഈ അപേക്ഷകളൊക്കെ അതിവേഗമായി മാറുന്നത്. മരിയൻ ഉടമ്പടി പ്രാർത്ഥന അതിവേഗം നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന പ്രാർത്ഥനയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് വിൽമ ഷൈജോ, ഞാൻ കണ്ണമാലിൽ നിന്ന് വരുന്നു. ഞാനിവിടെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ എൻ്റെ കൂടെയുള്ള എൻ്റെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ 6 വർഷമായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിംഗ് സ്റ്റാഫായിരുന്നു. അപ്പോൾ അവിടെ 2016 വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്ത് സ്വകാര്യ ക്ലിനിക്കുമായിട്ട് ഒരു കേസിൽ പെടുകയും അവരെനിക്കെതിരെ ഒരു അബ്സ്കോണ്ടിങ് കള്ള കേസ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് ഫെബ്രുവരി 15 തീയതി 2018 ഒരു വിധി വരികയും അതിൽ കേസ് ആയിട്ടുള്ള ഇത് അവർക്ക് അത്രയ്ക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു രീതിയിലുള്ള വിധിയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതെനിക്ക് ഒരുപാട് വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ കൃപാസന പ്രാർത്ഥന ഫേസ്ബുക്കിൻ്റെ അകത്തൂടെ കൃപാസന പ്രാർത്ഥന ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് കൃപാസന മാതാവിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, എനിക്കിത് ശരിയാക്കി തരുവാണെങ്കിൽ, എനിക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ എനിക്കിത് ശരിയാക്കി തന്ന് ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാമെന്നും എനിക്ക് കിട്ടുന്ന എല്ലാം ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്നും ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ മാതാവിൻ്റെ ഒരു ഹാഫ് സൈസ് ഫോട്ടോ എന്ന പോലെ ഒരു രൂപം എൻ്റെ ഉള്ളിലേക്ക് വരികയും അടുത്തേക്ക് വരികയും പിന്നെ ദൂരെ പോവുകയും പിന്നെ അടുത്തേക്ക് വരികയും പിന്നെ ദൂരെ പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ 1 വർഷമായിട്ട് ഞാൻ ആ കേസിൻ്റെ ഇത് നടക്കുന്ന സമയത്തൊക്കെ ഞാനിവിടെ ഇങ്ങോട്ട് വിളിക്കുമ്പോഴേക്കും ഇവിടെ കോൺടാക്റ്റ് ചെയ്യാൻ ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ പ്രാർത്ഥന കാണുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്, ഇവിടെ അത്രയ്ക്ക് തിരക്കായതുകൊണ്ട് ആർക്കും കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല എന്ന് ഓരോരുത്തർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ പറഞ്ഞ് കേട്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ തിരക്ക് എന്തുമാത്രമാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് മാതാവിൻ്റെ രൂപ അടുത്ത് വന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ തന്നെ ഓടി വന്ന് ഞാൻ ഇവിടെ വിളിച്ചപ്പോഴേക്കും ഇവിടെ ഒരു സിസ്റ്റർ കോൾ അറ്റൻഡ് ചെയ്യുകയും എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഞാൻ പറഞ്ഞ് എൻ്റെ ആവശ്യങ്ങളെല്ലാം കേട്ട് അവർ എനിക്ക് ലൈറ്റ് ആൻഡ് ക്യാൻഡി പ്രയർ റിക്വസ്റ്റിനെ കുറിച്ച് പറഞ്ഞു തരികയും അതിൻ്റെ അകത്ത് പ്രയർ റിക്വസ്റ്റ് ഇടാനും പിന്നെ അച്ഛൻ്റെ മെയിലിലേക്ക് ഒരു മെയിൽ അയക്കാനൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും മാർച്ച് 11 ആയപ്പോഴേക്കും മാതാവ് ഹസ്ബൻഡ് ജോലിയും കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡും കൂടി ഇരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ മാതാവ് എൻ്റെ ഈ റൈറ്റ് സൈഡിൽ വന്നിട്ട് ഈ രാജ്യത്ത് 2 ദിവസത്തിനുള്ളിൽ അബ്സ്കോണ്ടിങ് കേസിൽപ്പെട്ട അവർക്ക് നാട്ടിലേക്ക് കയറിപ്പോകാൻ പറ്റും, യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നാട്ടിലേക്ക് കയറിപ്പോകാൻ പറ്റുമെന്ന് ഇങ്ങനെ എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഞാനതപ്പോൾ തന്നെ ഹസ്ബൻഡിനോടും പറഞ്ഞു. അത് സത്യമാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടി വിശ്വാസം കുറച്ചുകൂടി ആഴത്തിലാവുമല്ലോ. അപ്പം അങ്ങനെ
എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം ടി വിയിൽ ന്യൂസിലൊക്കെ അറിയാൻ കഴിഞ്ഞു ഇങ്ങനെ അങ്ങനെ ഒരു നിയമം അവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു. മാർച്ച് 21 ഞാൻ എയർപോർട്ടിലെത്തി ഇമിഗ്രേഷനിൽ ചെന്നപ്പോഴേക്കും അവരെന്നെ എൻക്വയറിയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ എൻക്വയറിയിൽ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു എൻ്റെ പേരിൽ 2 പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നെങ്കിൽ 1.5 ലക്ഷം രൂപ നമ്മളവിടെ അടയ്ക്കണം, അല്ലെങ്കിൽ 2 പാസ്പോർട്ട് ഉള്ളത് കാരണം കയറി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ മാതാവിനെ ഞാൻ അവിടെ നിന്ന് വിളിച്ചു. എൻ്റെ മാതാവ് എനിക്ക് പോകാൻ പറ്റില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ വരെ എത്തിച്ചേ, ഞാൻ അവിടെ ഇരുന്നോളില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ മാതാവ് അപ്പോൾ തന്നെ പിന്നെ എന്നോട് പറയുക, ഞാനല്ലേ നിന്നോട് പറഞ്ഞത് എനിക്ക് പോകാൻ പറ്റുമെന്ന്, പിന്നെ എന്തിനാണ് നീ ഭയപ്പെടുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഓഫീസർ വരികയും ഞങ്ങളോട് കാര്യങ്ങളെല്ലാം എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഇതാ കാര്യം എന്ന് പറഞ്ഞപ്പോഴേക്കും ഓഫീസർ പറഞ്ഞു ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്ത് കൊടുക്കണം. പിന്നെ അപ്പോൾ എൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്ത് എൻ്റെ ഫിംഗർ അവർ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് അവർക്ക് മനസ്സിലായി, മറ്റേത് അവർ ക്യാൻസൽ ചെയ്തു. പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ തിരിച്ച് എമിഗ്രേഷനിലേക്ക് വരുന്ന വഴിക്ക് ഈ ഓഫീസർ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇവിടെ ഈ ഇപ്പുറത്തെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വഴിയിലൂടെ പോയപ്പോഴേക്കും നേരെ ചെന്ന ഫ്ലൈറ്റിലാണ്. വേറെ ഞങ്ങൾക്ക് ചെക്കിങ്ങോ സ്കാനിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഒറ്റ വഴിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു. മാർച്ച് 21 അവിടെ എത്തി. ഏപ്രിൽ 4 ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. മാതാവിനോട് പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പോൾ ഞാൻ 7ാമത്തെ മാസം പ്രഗ്നൻസി എൻ്റെ സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് മുന്നേ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ആർത്രൈറ്റിസിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് 2004 ഈശോ എന്നെ തൊട്ട് സുഖപ്പെടുത്തി. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കുറേ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഞാനിവിടെ വന്ന് പക്ഷേ അന്ന് ഡോക്ടർ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിലൊരു പേടിയായിട്ട് എനിക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നേരത്തെ ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ചെക്കപ്പിനായിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചേഞ്ച് ആയിട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ബൈ മിസ്റ്റേക്കിൽ അങ്ങനെ വല്ല ആയിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു, വേറെ 2 ലാബിൽ പോയി ചെക്ക് ചെയ്തു. അപ്പോഴൊക്കെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചേഞ്ച് ആയിട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ആദ്യമേ എനിക്ക് ആർത്രൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയതാണ്. അപ്പോൾ O പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ പിന്നെ കുവൈറ്റിലേക്ക് പോകാൻ നേരത്തും ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോഴും അതേ സെയിം ഗ്രൂപ്പായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ മാതാവിനോട് എൻ്റെ പേടിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനുശേഷം എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചേഞ്ചായി, A പോസിറ്റീവായി. പിന്നെ ആ മാസം തന്നെ അവസാനം എനിക്ക് ഒരു പെയിൻ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ പറഞ്ഞത് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, അങ്ങനെയൊന്നും എനിക്കുണ്ടാവരുതെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം എനിക്ക് അവിടെ അഡ്മിറ്റ് ആവേണ്ടി വന്നു. പിന്നെ മെയിൻ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോഴേക്കും അങ്ങനെ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞ് ജൂലൈ 9 എനിക്ക് നല്ലൊരു സുഖപ്രസവം തന്ന് എനിക്ക് നല്ലൊരു ആൺകുഞ്ഞിനെയും തന്ന് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ അതിനുശേഷം പിന്നെയുള്ള ഓരോ മാസങ്ങളിലും മാതാവ് ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മാസം ഞാൻ ഇപ്പോൾ എന്താണോ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് ഞാനിവിടെ വന്ന് എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ ഇവിടെ കൃപാസനത്തിൽ വരുന്ന ആളാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് എന്ത് പ്രാർത്ഥിക്കുന്നു അത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു 4-ാമത്തെ ദിവസം മാതാവ് എന്നോട് സംസാരിക്കും അതിനെക്കുറിച്ച്. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ എനിക്കത് പറഞ്ഞു തരും. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടിക്കകത്ത് ഡാഡിയുടെയും അമ്മയുടെയും രോഗങ്ങളെക്കുറിച്ച് വെച്ചിരുന്നു. മമ്മി ക്യാൻസർ പേഷ്യൻ്റാണ്, ഡാഡി കിഡ്നി ഫെയിലിയർ പേഷ്യൻ്റാണ്. അപ്പോൾ 2020 ജനുവരിയിൽ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു ചെന്നപ്പോഴേക്കും 24-ാം തീയതി ആയപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നിൻ്റെ അച്ഛനോടും അമ്മയോടും പറയുക അവരെ എന്നും കുർബാനയിൽ പങ്കുകൊള്ളുകയും ജപമാല ചൊല്ലുകയും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുകയും പിന്നെ കൃപാസന പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുകയും ചെയ്താൽ അവരിലുള്ള അസുഖങ്ങൾ അവരിൽ തന്നെ ഒതുങ്ങിക്കൂടുമെന്ന്.
അപ്പോൾ എൻ്റെ ഡാഡി മമ്മി എന്നും പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്, എന്നും കുർബാനയിൽ പങ്കൊള്ളുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. പിന്നെ ഇവിടെ കൊറോണയുടെ സമയത്ത് പള്ളിയെല്ലാം അടച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ മാതാവ് എനിക്ക് ബൈബിളിൻ്റെ അകത്തുകൂടിയൊക്കെ എനിക്ക് മെസ്സേജ് തന്നിരുന്നു, ഇങ്ങനെ ദിവ്യബലി നിരന്തരം ദിവ്യബലിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ടി വിയിലൂടെ ദിവ്യബലി കാണാൻ തുടങ്ങി. അതിലൂടെയും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാർച്ച് 7-ാം തീയതി ആയിക്കഴിഞ്ഞപ്പോൾ അപ്പം പിന്നെ ഫെബ്രുവരി മാസത്തിലൊക്കെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാതാവിനോട് പറയും, നീ അവനോട് അങ്ങനെ പറയണം, ഇത് ചെയ്യാൻ പറയണം, അങ്ങനെ ചെയ്യാൻ പറയണം എന്നൊക്കെ എന്നോട് പറയും. അപ്പോൾ അതനുസരിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും. പിന്നെ മാർച്ച് 7-ാം തീയതി വന്നപ്പോഴേക്കും മാതാവ് രാത്രി ഒരു 11 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഇവൻ കുഞ്ഞായതുകൊണ്ട് ഈ ഡൈനിങ് ടേബിളിൻ്റെ മേളിലേക്ക് കയറിനോട് ഞങ്ങൾ ചെയറെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ കിടക്കുന്ന റൂമിൽ അടുക്കി വെച്ചിരുന്നു. അത് രാവിലെ ആകുമ്പോൾ ഞങ്ങൾ ലോക്ക് ചെയ്യും, അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തിരി സൗകര്യം കുറവായിരുന്നു. അപ്പോൾ മാതാവ് ഇങ്ങനെ ഞാൻ നിൻ്റെ അടുത്ത് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ എവിടെ വന്ന് നിൽക്കാനാ, മാതാവ് വന്നിട്ട് ഇത് എവിടെ വന്ന് നിൽക്കാനാന്ന് ഞാൻ ഇങ്ങനെ അറിയാതെ എൻ്റെ മനസ്സോട് ഞാൻ അങ്ങനെ പറഞ്ഞുപോയി. അപ്പോൾ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് ബോധത്തോടെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവാണ് എന്നോടിങ്ങനെ സംസാരിച്ചതെന്ന്. പിന്നെ ഞാൻ വേഗം ഇരുന്ന് കൊന്ത ചൊല്ലി കരഞ്ഞും ക്ഷമ ചോദിച്ചിങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഏപ്രിൽ 1-ാം തീയതി ആയപ്പോഴേക്കും എൻ്റെ ഭയങ്കര ഒരു വേദന, ശാരീരിക വേദനയല്ല, നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു വേദന, ഇങ്ങനെ കുത്തി ഇങ്ങനെ നുറുങ്ങുന്നൊരു വേദന. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ മാതാവ്, അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. മാതാവ് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരിക്കുന്നത്, ഇത്രയും ദിവസമായല്ലോ, മാർച്ച് 7-ാം തീയതി പറഞ്ഞതല്ലേ, ഇത്രയും ദിവസമായിട്ടും വന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും ഏപ്രിൽ 1-ാം തീയതി രാത്രി ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവനെ മേലെഴിയിച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതായിരുന്നു. അപ്പോൾ എന്നോട് പുറകിൽ നിന്ന് എന്നെ വിളിച്ചു, ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്, നിൻ്റെ പ്രാർത്ഥനക്കുറവ് കൊണ്ടാണ് നിനക്ക് എൻ്റെ സാമീപ്യം മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ചൂടായത് കാരണം ഞാൻ ഇങ്ങനെ വേർത്തൊലിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് മാതാവ് അവിടെ വന്നത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് മാതാവിൻ്റെ മുട്ടിന് കിഴിപ്പോട്ടുള്ളത് മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി സംസാരം കേൾക്കാം, മുട്ടിന് കിഴിപ്പോട്ടുള്ള ബാക്കി എൻ്റെ കൈയുടെ ഇതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഈ മാതാവ് എന്നോട് വന്നോട്ടെ എന്ന് ചോദിച്ചതിന് ശേഷം ഒരു വ്യക്തി എന്നെ ഇച്ചിരി വേദനിപ്പിച്ചായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ആ ഒരു വേദന ഉള്ളിലുണ്ട്, എനിക്ക് ക്ഷമിക്കണമെന്നുണ്ട്, പക്ഷേ ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്ക് ക്ഷമിക്കാൻ പറ്റണേ എന്നുള്ള രീതിയിൽ ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് മാതാവ്, നിൻ്റെ പ്രാർത്ഥനക്കുറവ് കൊണ്ട് ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്, നിൻ്റെ പ്രാർത്ഥനക്കുറവ് കൊണ്ടാണ് നിനക്ക് എൻ്റെ സാമീപ്യം മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാനായിട്ട് കുറച്ച് താമസം എടുത്തു, അതിൻ്റെ ഒരു കുറവായിരുന്നു. പിന്നെ ജൂലൈ മാസത്തിലേക്കാണെങ്കിലും വീട്ടിൽ ടി വിയിൽ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഞാൻ കൈ സ്വർഗസ്നായ ചൊല്ലുമ്പോൾ ഞാൻ കൈ താത്തിയായിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, നിനക്കെന്ത് ഇത്രയും അനുഗ്രഹം മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വേഗം ഉന്മേഷത്തോടെ കൈ അങ്ങോട്ട് വിരിച്ച് മുകളിലേക്ക് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അന്ന് മുതൽ ഞാൻ അങ്ങനെ ഉയർത്തിപ്പിടിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 ദിവസം കുടുംബ പ്രാർത്ഥന മുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും 3-ാമത്തെ ദിവസം ഈശോ എന്നോട് പ്രാർത്ഥനയുടെ സമയത്ത് എന്നോട് ചോദിച്ചു, നീ എന്താ മോളെ ഇന്നലെ പ്രാർത്ഥിക്കാതിരുന്നേന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് എൻ്റെ സങ്കടം നിയന്ത്രിക്കാനാവില്ല. സങ്കടമാണോ സന്തോഷമാണോ, എത്രമാത്രം എൻ്റെ മാതാവ് എൻ്റെ ഈശോ എന്നെ കരുതുന്നതെന്ന് ഓർത്തിട്ട് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മുതൽ മാതാവിനെ ഒരുപാട് കരുതുന്നുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഒരു സംരക്ഷണത്തിൻ്റെ വലയം തന്നെ എനിക്ക് ചുറ്റുമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് നന്ദി, എൻ്റെ മാതാവിന് ഈശോയ്ക്ക് ഒരു കോടാനുകോടി നന്ദി. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ. വലിയൊരു സാക്ഷ്യമാണ്. കണ്ണമാലിയിൽ നിന്ന് വന്ന ഈ മകള് കുവൈറ്റിൽ ഒരു കേസിൽ അകപ്പെട്ടത്, അബ്സൗണ്ടിങ് കേസായിരുന്നു. അപ്പോൾ കൃപാസനത്തിലെ ഉടമ്പടി എടുത്തിട്ടില്ലേ ഈ മകള്, ഫേസ്ബുക്കിൽ പരിശുദ്ധ അമ്മയോട്
ആ നൊമ്പരം ആ മകളെ ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ചെയ്തത്, കൃപാസനത്തിലെ മാതാവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സഞ്ചാരി മാതാവാണ്. അമ്മ നേർ സാമീപ്യം മകൾക്ക് കൊടുത്തു. 2-3 തവണ അമ്മ ഇങ്ങനെ അടുത്ത് വരികയും അകന്നു പോവുകയും ചെയ്തു. പിന്നീട് ഈ മകളുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതം എന്ന് പറഞ്ഞാൽ മാർച്ച് 11-ാം തീയതി ഈ മകള് റൂമിലിരിക്കുന്ന സമയത്ത് അമ്മ ഒരു സന്ദേശം കൊടുക്കുകയാണ്. ഈ മകള് ഓൾറെഡി നേർന്നിരുന്നു, നാട്ടിൽ വരുമ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന്. അപ്പോൾ മാർച്ച് 11-ന് ഹസ്ബൻഡുമായിട്ട് ഇരിക്കുമ്പോൾ അമ്മ ഒരു സന്ദേശം കൊടുക്കുകയാണ്, 2 ദിവസത്തിനുള്ളിൽ ഈ രാജ്യത്തൊരു നിയമം വരും, ആ നിയമം വന്നതുകൊണ്ട് മാത്രം മകൾക്ക് ഈ നാട് വിട്ട് കയറി പോകാൻ പറ്റും, ഈ കേസിൽ നിന്ന് ഒഴിവായി കിട്ടുമെന്നായിരുന്നു ആ സന്ദേശം. അതുപോലെ തന്നെ TV-യിൽ ആ ന്യൂസ് ഈ മകൾ കാണുകയാണ്, അങ്ങനെ ഒരു അബ്സ്കോണ്ടിങ് കേസ് ഉള്ളവരെ മൊത്തം വിടുവിക്കുന്ന, കയറി പോകാൻ അനുവദിക്കുന്ന ഒരു നിയമം. പക്ഷേ ഈ മകൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം ഈ മകളെ ഒരു ട്രാപ്പിൽ പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ചെന്നപ്പോൾ എമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ ആ ഒരു വിഷയം വന്നപ്പോൾ മാർച്ച് 21-ാം തീയതി എയർപോർട്ടിൽ വന്നപ്പോൾ വീണ്ടും ഈ മകളെ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേരിൽ 2 പാസ്പോർട്ട് കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, 1.5 ലക്ഷം രൂപ കെട്ടിവെച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ മകള് വീണ്ടും അമ്മയോട് പരാതി പറഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം അമ്മയോട് നമ്മൾ ദൈവത്തോടും പരിശുദ്ധമ്മയോടും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പരാതി പറയരുത്. കാരണം നമ്മൾ വിശ്വാസ മലയിൽ 90 നിൽക്കുമ്പോൾ നേരെ വന്ന് ഒന്നിലോട്ട് കൂപ്പുകുത്തുന്ന വിഷയമാണ് പരാതി പറയുക. കാരണം ഈശോയുടെ അമ്മയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് അവരെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന വ്യക്തികളായിരുന്നു. ഈ മകൾ പരാതി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പരാതി പറഞ്ഞപ്പോൾ അമ്മയുടെ സ്വഭാവം ഈ മകൾക്ക് കാണിച്ചു കൊടുത്തു. ഞാനല്ലേ നിന്നോട് പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ ഈ നിയമം നിനക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്, അപ്പം ഞാൻ തന്നെ നിന്നെ കുവൈറ്റിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അത്ഭുതമായിരുന്നു. അവിടുത്തെ ഒരു ഓഫീസർ തന്നെ വന്ന് ഈ മകളുടെ വിഷയങ്ങളിൽ ഇടപെടുകയും ഈ മകളുടെ എല്ലാം ഒറ്റ ഫിംഗർ പ്രിൻറ്റിൽ ഒറ്റ പാസ്പോർട്ടാക്കി അത് കൊടുക്കുകയും മറ്റേത് മരവിപ്പിക്കുകയും ചെയ്തു. പിന്നീട് നടന്നത് ഇപ്രകാരമാണ്. തുടർന്നുള്ള വഴികളിൽ ഒന്നും തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എമിഗ്രേഷൻ ഓഫീസർ ഈ മകൾക്ക് വേണ്ടി ഒരു പുതിയ വഴി, അത് പുതിയ വഴി എന്ന് പറയുമ്പോൾ ജോഷ്യ 3:4 വഴിയാണ്. അതായത് ഇതിനു മുമ്പേ ഈ വഴിയിലൂടെ നിങ്ങൾ കടന്നു പോകാത്തതിനാൽ ദൈവമായ കർത്താവ് ഒരു പുതിയ വഴി നിങ്ങൾക്ക് കാണിച്ചു തരും. അത് ജെറമിയ 3:4, അതായത് ജോഷ്യ 3:4 തിരുവചനമാണ്. ജോഷ്യ 3:4 തിരുവചനം. ആ പുതിയ വഴി, അതായത് ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴി ആ എയർപോർട്ടിൽ വെച്ച് ഈ അമ്മ ഈ മകൾക്ക് കാണിച്ചു കൊടുത്തു. ആ വഴിയുടെ പ്രത്യേകത ഈ മകൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ആ വഴിയുടെ പ്രത്യേകത? പറഞ്ഞോ. ആ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല, സ്കാനിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ബാഗ് സ്കാൻ ചെയ്യുന്ന സ്ക്രീൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഈ വഴിയിലൂടെ പോകുമ്പോൾ അങ്ങനെ ഒന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് നേരിട്ട്. അതായത് പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് ആ കുവൈറ്റ് അവിടെ എയർപോർട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇതാണ് നിനക്കുള്ള വഴി, അതായത് അമ്മ ഇടപെട്ടിട്ടുള്ള പുതിയ വഴി ഇതാണ്. കാരണം മറ്റു വഴികളിലൂടെ പോയാൽ വീണ്ടും നൂലാമാലകളൊക്കെ വരും. അതുകൊണ്ട് അമ്മ ഇടപെട്ടിട്ടാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത്, അമ്മയാണ് നിന്നെ പുറത്തിറക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു. അതായത് ജോഷ്യ 3:4 അനുസരിച്ച് ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ ഈ പുതിയ വഴി, ഉടമ്പടി പ്രകാരമുള്ള വഴി മകൾക്ക് കാണിച്ചു കൊടുത്തു. ഈ മകള് ഞെട്ടിപ്പോയി. ആ വഴിയിലൂടെ ചെന്നപ്പോൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറുമായിരുന്നാണ് ഈ മകൾ പറഞ്ഞത്. വലിയൊരു അത്ഭുതമാണ്. കുവൈറ്റിൽ കൃപാസനത്തിലെ സഞ്ചാരി മാതാവ് ഉടമ്പടി എടുക്കാമെന്ന് നേർന്നു ഈ മകള്. ഈ വിഷയങ്ങളൊക്കെ സെറ്റാവുകയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വരുമ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഈ മകൾ ആ സമയം പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നീട് നാട്ടിൽ വന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് 8ാം വയസ്സിൽ, ഈ മകൾക്ക് ഇപ്പോൾ 35 വയസ്സുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ മകൾക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വന്നു. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തത് ഫുൾ ഹീലായതായിരുന്നു. പക്ഷേ ഈ മകൾക്കൊരു പേടി മനസ്സിൽ കിടന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾ ആ വിഷയം ഉടമ്പടിയിൽ വെച്ചിരുന്നു. അപ്പോൾ അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ബ്ലഡിലില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മകളുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ മാറ്റിക്കളഞ്ഞു. അപ്പോൾ ആ അമ്മയുടെ വലിയ സാന്നിധ്യം ഈ ഡെലിവറിയിൽ ഉടനീളം ഉണ്ടാകുമെന്നും അമ്മ കൂടെ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മകളുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ മാറ്റിക്കളഞ്ഞു. പിന്നീട് ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ സുഖപ്രസവത്തിലൂടെ ഈ മകൾക്ക് ലഭിച്ചു. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാക്ഷിയായിട്ടാണ് അമ്മയുടെ മുമ്പിൽ ഈ മകൾ നിൽക്കുന്നത്. കൃപാസനത്തിലെ അമ്മ സഞ്ചാരി മാതാവാണെന്നും ഉടമ്പടി എടുക്കുന്ന മക്കൾ, ഈ മകൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചേ ഉള്ളൂ, അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ തൻ്റെ സാന്നിധ്യം കുവൈറ്റിൽ ഈ മകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അത് നേരിട്ട് ശബ്ദമായിട്ടും അതുപോലെ തന്നെ സാമീപ്യമായിട്ടും ഈ മകളുടെ കൂടെ പരിശുദ്ധമ്മ നിന്ന് ഈ വിഷയങ്ങളെല്ലാം നടത്തിക്കൊടുത്ത വലിയൊരു സാക്ഷ്യമാണ്. നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ പേര് മേരി. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ എനിക്ക് ഈശോയിൽ നിന്ന് ലഭിച്ച ഒട്ടനവധി അനുഗ്രഹത്തിൽ നിന്നും 1-2 പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ഞാനിന്നിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നെ കൃപാസനത്തിൽ കൊണ്ടുവന്നത് എൻ്റെ ഡാഡിയാണ്. ജൂലൈ 29, 2023 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. അതിനു മുൻപ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ പ്രാർത്ഥനകളെക്കുറിച്ചോ ഒന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു.
അപ്പോൾ എൻ്റെ ഡാഡി വലിയൊരു ഭക്തനാണ്. അതായത് എല്ലാ ദിവസവും ഞങ്ങളൊക്കെ എഴുന്നേൽക്കുന്നത് കാണുന്നത് രാത്രിയൊക്കെ കാണുന്നത് ഒരു 4:30 മണി മുതൽ ഞങ്ങൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഡാഡിയുടെ റൂമിൽ ലൈറ്റ് ഉണ്ടാവും. എല്ലാ ദിവസവും ഡാഡി 4:30 മുതൽ വളരെയധികം ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. ധ്യാനം കേൾക്കലും കുർബാന കാണലും ഒത്തിരി പ്രാർത്ഥനയായിരിക്കും ഡാഡി എല്ലാ ദിവസവും രാവിലെ. അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മ. എൻ്റെ മമ്മിയും അതെ വലിയൊരു മരിയഭക്തിയാണ്. ഞങ്ങളുടെ വീട്ടിലൊരു നിത്യസായ മാതാവിൻ്റെ ഒരു ഫോട്ടോയുണ്ട്. അപ്പോൾ മമ്മി ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് ബെഡ്ഷീറ്റ് മാറ്റിയാലോ കൊണ്ടുപോയി മാതാവിനെ കാണിച്ചിട്ടാണ് മമ്മി അത് ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ കുറച്ച് തടസ്സങ്ങൾ കാരണമാണ് എൻ്റെ ഡാഡി എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അധികം മാതാവിനോട് പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി എപ്പോഴും എന്നോട് പറയായിരുന്നു, നിൻ്റെ പേര് മേരി എന്നാണ്, ഞാൻ എപ്പം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അമ്മയുടെ നാമമുള്ള എൻ്റെ മോളെ കാത്തോളണേ എന്നാൽ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ നീ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ടെങ്കിലും ഞാൻ മാതാവിനോട് അധികം പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ കൂടുതലും അന്തോണിസ് പുണ്യാളൻ്റെ ഒരു ഭക്തയായിരുന്നു. അപ്പോൾ നൊവേന കൂടലും കുർബാന കൂടലും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറച്ച് തടസ്സങ്ങൾ വന്നു. ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപികയാണ്. ഒരുപാട് വർഷം വിദേശത്തായിരുന്നു. വിദേശത്ത് പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെയുള്ള എറണാകുളത്തുള്ള ഒരു പ്രമുഖ കോളേജ് ലെക്ചറായിരുന്നു, ഗസ്റ്റ് ലെക്ചറായിരുന്നു. അതിനുശേഷം വിദേശത്ത് പോയി അവിടുത്തെ ഒരു സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിന് പേരൻസ് വളരെയധികം പ്രായമായി, അവർ ഒറ്റയ്ക്കാണ്. അപ്പം ഞങ്ങൾ തിരിച്ചു വരാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു 10 വർഷത്തെ ഗ്യാപ്പായി. അപ്പോൾ എൻ്റെ PG കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കോളേജിൽ ഇവിടെ വരുമ്പോഴും നമുക്ക് ജീവിക്കാൻ ഒരു ജോലി വേണമല്ലോ. അപ്പോൾ കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ വിദേശത്ത് വെച്ച് തന്നെ UGC നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം UGC നെറ്റ് ഞാൻ ക്ലിയർ ചെയ്തു. അതിനുശേഷം ഞാൻ MPhil ചേരുകയാണ്. MPhil പാസ്സായ ഉടനെ തന്നെ എനിക്ക് എറണാകുളത്തെ വേറൊരു കോളേജിൽ ജോലി കിട്ടുകയാണ്. ഗസ്റ്റായിട്ടാണ് കിട്ടുന്നത്. DD ഗസ്റ്റ് എന്ന് പറയും, ഗവൺമെൻറ് ഗസ്റ്റ് എന്ന് പറയും. അവിടെ വെച്ച് ഞാൻ അറിയുകയാണ് ഈ കോളേജിൽ ഉടനെ തന്നെ ഒരു പെർമനൻറ്റ് വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും എന്നെ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ ഉടനെ തന്നെ PhDക്ക് ജോയിൻ ചെയ്യണം. PhD ഉണ്ടെങ്കിൽ മാത്രമാണ് നിനക്കൊരു പെർമനൻറ്റ് പോസ്റ്റിനുള്ള സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ PhDക്ക് ജോയിൻ ചെയ്യുകയാണ്. അതായത് 2019. അപ്പോൾ എനിക്ക് പ്രായവും കുറച്ചേറെയായി. ഉടനെ തന്നെ ഒരു പെർമനൻറ്റ് വേക്കൻസി കിട്ടിയില്ലെങ്കിൽ എനിക്ക് പിന്നെ പെർമനൻ്റ് ആയിട്ട് ജോലി കിട്ടില്ല. അപ്പോൾ ഞാൻ PhD ജോയിൻ ചെയ്യണം. ആ സമയത്ത് കൊറോണയുടെ സമയമായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഈ കോളേജിൽ ജോലിക്ക് പോയില്ല. ബിക്കോസ് എൻ്റെ ഇൻലോസും മകളും എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ ആ സമയത്ത് പുറത്ത് ജോലിക്ക് പോകുന്നത് സേഫ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പോയില്ല. പക്ഷേ ഞാൻ ഓൺലൈനിലൊക്കെ IELTSഉം OET ഒക്കെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ എൻ്റെ പഠനവും ജോലിയും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ 2023 അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ PhDയുടെ ഒരുമാതിരി നല്ല ഷേപ്പൊക്കെ ആയി. ഇപ്പം എഴുതിയൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ ഇനിയിപ്പോൾ ജോലിക്ക് ആ കോളേജിൽ തന്നെ DD ആയിട്ട് കയറാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണല്ലോ. അവിടെ പെർമനൻറ്റ് വേക്കൻസി വരാറായി എന്നും ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ആയിരുന്നു. ഇൻ്റർവ്യൂവിന് പോയപ്പോഴുമൊക്കെ എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹം. എൻ്റെ ഹെഡിനാണെങ്കിലും ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ടീച്ചേഴ്സിനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സ്നേഹം. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഓക്കെ ജോലി എന്തായാലും കിട്ടും. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യും അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു ചിന്തിച്ചത്. പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് ആ ജോലി കിട്ടിയില്ല. അതെനിക്ക് വളരെയധികം ഷോക്കിംഗ് ആയിരുന്നു. കാരണം എല്ലാവർക്കും എന്നെ ഇത്രയും ഇഷ്ടം, ഞാൻ ഭയങ്കര എഫിഷ്യൻ്റ് ആണെന്ന് എല്ലാവരും പറയുന്നു, എന്നിട്ട് എനിക്ക് ആ ജോലി കിട്ടിയില്ല. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സാരമില്ല, ഇനിയിപ്പോൾ പെർമനൻറ്റ് വേക്കൻസി വരുന്നുണ്ടല്ലോ, എൻ്റെ PhDയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ലെറ്റ് മീ ഫിനിഷ് ദാറ്റ് എന്നൊരു തോട്ട് എനിക്ക് വന്നു. അപ്പോൾ PhD തീർക്കാനായിട്ട് ഒരുപാട് കടമ്പകളുണ്ട്. കോംപ്രിഹെൻസീവ് വൈവ, ക്വാളിഫയിങ് എക്സാമിനേഷൻ, ഫസ്റ്റ് ഓപ്പൺ, സെക്കൻഡ് ഓപ്പൺ, ഈ കടമ്പകളൊക്കെ തീർക്കണം. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ തീർത്തു. അങ്ങനെ സെക്കൻഡ് ഓപ്പൺ വരെയും എത്തി. സെക്കൻഡ് ഓപ്പൺ സെമിനാർ വരെയും ഞാൻ എത്തി. അപ്പോഴാണ് എനിക്ക് ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും എൻ്റെ ഗൈഡ് പറയുന്നത്, അപ്പോൾ ആ സമയം ജൂലൈ ആയി കേട്ടോ. അപ്പോൾ ജൂലൈ ആയി. അപ്പോൾ അവിടെ പെർമനൻറ്റ് വേക്കൻസി ഓൾറെഡി അടുത്ത മാസം, അതായത് എൻ്റെ കോളേജിൽ പെർമനൻറ്റ് വേക്കൻസിക്കുള്ള ആപ്ലിക്കേഷൻ അടുത്ത മാസം വരാനോ
ഉടനെ തന്നെ വരാൻ ചാൻസ് ഉണ്ടെന്നും ഞാൻ അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കെ എൻ്റെ ഗൈഡ് പറയുകയാണ്, മേരി യു ഹാവ് ടു ഡു 2 more പബ്ലിക്കേഷൻസ്, അതായത് 2 പബ്ലിക്കേഷൻസും കൂടെ ചെയ്യണം, അതായത് നല്ല ജേർണലിൽ. അപ്പോൾ പബ്ലിക്കേഷൻസൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു സ്കോപ്പസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു UGC KLS ജേർണലിൽ പബ്ലിക്കേഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, ഒത്തിരി സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളൊരു പബ്ലിക്കേഷൻ അവർക്കൊരു റിവ്യൂവറിന് അയച്ചു കൊടുത്താൽ തന്നെ അവരത് റിവ്യൂ ചെയ്ത് പബ്ലിഷ് അക്സെപ്റ്റൻസ് വരാൻ ഒരുപാട് മാസങ്ങളും ചിലപ്പോൾ വർഷവും ഒക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ ആ ഒരു സാറ് പറഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി തകർന്നു. ഇനി എനിക്ക് PhD കിട്ടില്ല, PhD ഇല്ലെങ്കിൽ വേറെ കോളേജിലും ജോലി കിട്ടില്ല, അങ്ങനത്തെ ഒരു ഗസ്റ്റായിട്ട് പോലും കിട്ടില്ല എന്ന് എനിക്കറിയാം. ഓൾറെഡി ഗസ്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പെർമനൻറ്റിൻ്റെ കാര്യം എനിക്കത് മറന്നേ കളഞ്ഞേക്കാം. അപ്പോഴാണ് എൻ്റെ ഡാഡി വീണ്ടും കൃപാസനത്തിൽ നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം, നിൻ്റെ കാര്യമെല്ലാം ശരിയാകും എന്ന് പറയുന്നത്. അപ്പോൾ കൃപാസനത്തിൽ ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ടാണ് ആദ്യം വന്നത്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ വന്ന ആ ദിവസം എന്ന് പറയുന്നത്. എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴൊക്കെ ഒന്നും എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആകെ മനസ്സിലായത് എൻ്റെ ഡാഡി പറഞ്ഞ പ്രകാരം നമ്മൾ 5:30 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. എനിക്ക് കൂടുതൽ കാര്യമൊന്നും മനസ്സിലായില്ല. പത്രം കൊടുക്കണം, നമ്മൾ ധ്യാനം കൂടണം, അതൊന്നും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഞാൻ കുറച്ച് നെഗറ്റീവായിട്ടാണ് കാര്യങ്ങൾ ചിന്തിച്ചത്. പേപ്പർ കൊടുക്കുന്നത് എന്തിനാണ്, അങ്ങനെ നമ്മളെ കൊണ്ട് എന്തിനാണ് എനിക്കത് എന്തിനാണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. അതെന്തിനാണ് യൂട്യൂബ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോരെ, കാരണം എനിക്കും ഒരു യൂട്യൂബ് ചാനലുള്ള ഒരാളാണ്. അപ്പം നമ്മൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അങ്ങനെ ഒത്തിരി വളരെയധികം നെഗറ്റീവായിട്ടായിരുന്നു ഞാൻ കാര്യങ്ങൾ ചിന്തിച്ചത്. അപ്പോൾ ഉടമ്പടി ഞങ്ങൾ എടുത്തു, പോയി. പക്ഷേ പത്രം ഞാൻ കൊടുത്തില്ല. ബിക്കോസ് എനിക്ക് അറിയില്ലായിരുന്നു എല്ലാവർക്കും നമ്മളിങ്ങനെ കൊടുക്കേണ്ട അത് പത്രമാണ്, അതെനിക്ക് അറിയില്ലായിരുന്നു. അവിടെ ഹാങ്ങറിൽ അവിടെ തൂക്കിയിട്ട് വെച്ചു പത്രം. അങ്ങനെ 29-ാം തീയതി ആയിരുന്നല്ലോ ഞാൻ വന്നത്. അപ്പോൾ ഓഗസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഞാൻ പബ്ലിക്കേഷൻസൊക്കെ അഴക്കുന്നു, ഒരു റിപ്ലൈയും വരുന്നില്ല. എഗൈൻ നിരാശ, അങ്ങനെയായിരുന്നു എൻ്റെ പോയിക്കൊണ്ടിരുന്നേച്ചത്. ഒരു ദിവസം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടെ എൻ്റെ ഫോണിൽ യൂട്യൂബിൽ ഒരു സാക്ഷ്യം കേട്ടു. യൂട്യൂബിൽ ആ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് എന്തോ തോന്നി, എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഗൂസ് ബംസ് വരുന്ന പോലെ തോന്നി. പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞിങ്ങനെ, ഞാൻ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഒരു സാക്ഷ്യം കേട്ടു, പിന്നെ 2ാമത്തെ സാക്ഷ്യം കേട്ടു. അപ്പോഴൊക്കെ എൻ്റെ കണ്ണിങ്ങനെ, അന്ന് എനിക്ക് വിഷമമൊന്നും വരുന്നില്ല, പക്ഷെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. പിന്നെ അതിനുശേഷം അപ്പോഴാണ് ഒരു സാക്ഷ്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ കേട്ട ഒരു സാക്ഷ്യം എനിക്ക് ഓർമ്മയുള്ളത്, ഒരു കുഞ്ഞിൻ്റെ മേത്ത് തെങ്ങ് വീണ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ ഒത്തിരി സാക്ഷ്യം ഞാനെൻ്റെ ലാപ്ടോപ്പ് അടച്ചു വെച്ച് സാക്ഷ്യം മാത്രം കേൾക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ എന്തൊക്കെയാണ് എക്സാക്ട്ലി ഉടമ്പടിയിൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തിയപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയായിരുന്നു. ബിക്കോസ് അത്രയും നാളത്തെ എൻ്റെ ഒരു പ്രാർത്ഥന അനുഭവം, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥന ചൊല്ലുക, നൊവേന ചൊല്ലുക, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എൻ്റെ ജീവിതം കൊണ്ടുപോയത്. പിന്നെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. എനിക്കൊരു വലിയൊരു എൻലൈറ്റ്മെൻ്റ് ആയിരുന്നു. പ്രാർത്ഥന ചൊല്ലുന്നതല്ല പ്രാർത്ഥന, ചെയ്യുന്നതാണ് പ്രാർത്ഥന. അത് എന്നെ ഭയങ്കര ജോസഫ് അച്ഛൻ്റെ ഓരോ വാക്കുകളും എന്നെ അസ്ത്രം പോലെ എന്നെ തറച്ച് കയറിയത്. എനിക്ക് ഞാൻ അതിൽ പിന്നെ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ആളായിരുന്നു. പിന്നെ ഞാൻ ഒന്നും പഠിക്കാറോ വായിക്കാറൊന്നുമില്ല. ഞാൻ മിക്ക ദിവസം എല്ലാ ദിവസവും തന്നെ സാക്ഷിയായിരിക്കും. പിന്നെ ജോസഫ് അച്ഛൻ്റെ ഓരോരോ ടോക്സ്, ചില ടോക്സൊക്കെ 10 മിനിറ്റിൻ്റെ ടോക്സൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ ടോക്സിനെ കംപ്ലീറ്റ്ലി മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നവംബർ 3-ാം തീയതി ആയി എൻ്റെ ആദ്യത്തെ ഉടമ്പടി കഴിയാറായി. നവംബർ 3-ാം തീയതി ഉടമ്പടി പുതുക്കേണ്ട ദിവസമായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വളരെ അത്ഭുതകരമായിട്ട് ഞാനപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചയും ധ്യാനം കൂടാൻ തുടങ്ങി, ഉപവാസം എടുക്കാൻ തുടങ്ങി. ബൈബിൾ ഒന്നും ഞാൻ വായിക്കില്ലായിരുന്നു കേട്ടോ, ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് അറിയില്ലായിരുന്നു. ബൈബിൾ വായിക്കാൻ തുടങ്ങി. എനിക്ക് വളരെ അത്ഭുതകരമായി 2 പബ്ലിക്കേഷൻ ശരിയാവുകയാണ്. അതായത് UGC KLS ഗ്രൂപ്പ് 1 2 പബ്ലിക്കേഷൻ അക്സെപ്റ്റൻസ് കിട്ടുകയാണ് നവംബർ 3-ാം തീയതിക്ക് മുന്നേ തന്നെ. അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കിട്ടില്ല അങ്ങനെ.
നിങ്ങൾ പബ്ലിക്കേഷൻ ചെയ്യുന്ന വല്ലവരും ഇത് കാണുകയാണെങ്കിൽ അറിയാം, കിട്ടില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ ആണ്. അങ്ങനെ നവംബർ 3 ഞാനിവിടെ വരികയാണ്. ഞാൻ വന്നത് ബസ്സിനാണ് കേട്ടോ. ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ബസ്സിന് കയറുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ആരും എന്നെ കൊണ്ടുവരാനുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ 3 പോകും, എനിക്ക് ഇവിടെ വരാതെ പറ്റില്ല, എനിക്ക് ഉടമ്പടി പുതുക്കണം. അങ്ങനെ നവംബർ 3 ഞാൻ KSRTC ഒരുപാട് വർഷം മുന്നെയാണ്. ഞാൻ പുറത്തായതുകൊണ്ട് എനിക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി കയറിയിട്ടുണ്ടെങ്കിലും പിന്നെ ഞാൻ പുറത്തായതുകൊണ്ട് കയറേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ KSRTC സ്വിഫ്റ്റ് ബസ്സിൽ ഇവിടെ വന്നു. എനിക്ക് പേടിയായിരുന്നു ഇനി മാറിപ്പോയാൽ എന്ത് ചെയ്യുന്നൊക്കെ. എന്നാലും കുഴപ്പമില്ല, ഐ വോണ്ട് ടു കം സംഭവം. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ദിസ് ടൈം നവംബർ 3 ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. എനിക്കറിയാം എക്സാക്ട്ലി വാട്ട് ഐ എം ഡൂയിങ്. എല്ലാം അറിവോടും ബോധത്തോടെ സന്തോഷത്തോടെയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ നവംബർ 3 ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് എല്ലാ ദിവസവും കാണുന്നതല്ല, എല്ലാവരും അച്ഛന്മാരെ എല്ലാവരെയും ഞാൻ കാണുന്നത്, നേരിട്ട് കാണുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഞാൻ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്നത് വെച്ചാൽ ജോസഫ് അച്ഛനെയും സിസ്റ്ററിനെയൊക്കെ നേരിട്ട് കാണുക. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ മാതാവ്, എനിക്കൊന്ന് അച്ഛനെന്നെ ഒന്ന് ബ്ലെസ് ചെയ്ത് വെച്ചെങ്കിലോ. അപ്പോൾ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്ത ആ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ജോലി സാധ്യതയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്സ് വന്നിട്ടില്ല. ഐ വാസ് എക്സ്പെക്ടിങ് അറൗണ്ട് ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴേ ഡേറ്റ്സ് വരും ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇൻ്റർവ്യൂ കോൾ വരുന്നത് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സ്റ്റിൽ എനിക്ക് അച്ഛനൊന്ന് എന്നെ ബ്ലെസ് ചെയ്ത് വെച്ചെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചു. എനിക്ക് ഇൻ്റർവ്യൂ വരുന്നുണ്ട്, ഗവൺമെൻറ് ജോലിയാണ്. ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടാൻ സാധ്യതയില്ല, ബിക്കോസ് എൻ്റെ പ്രായവും കഴിഞ്ഞു പോകും. എനിക്കൊന്ന് അച്ഛന് ഭാഗ്യവശാൽ എനിക്ക് അച്ഛൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അച്ഛൻ എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, ഒരു കാശുരൂപം തന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രഷറാണ് കേട്ടോ ആ കാശുരൂപം എന്ന് പറയുന്നത്. എൻ്റെ ശക്തി പറയാൻ പറ്റില്ല. എന്ന് ഞാൻ എൻ്റെ ഡ്രസ്സിൽ, ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുമ്പോഴും എൻ്റെ ഡ്രസ്സിൽ കുത്തി വെച്ചേക്കണം എന്ന് അടക്കാൻ നേരത്ത്. അത്ര പവർഫുള്ളാണ് അച്ഛൻ്റെ കാശുരൂപം എന്ന് പറഞ്ഞാൽ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ദിവസമാണ് അച്ഛൻ എൻ്റെ തലയിൽ കൈ വെച്ച് അന്ന് പ്രാർത്ഥിച്ചത്. അതിന് പിന്നെ ഞാൻ വളരെ സന്തോഷമായി പോയി. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടന്നത് അച്ഛൻ പറയുന്ന പോലെ എയർലിഫ്റ്റ് ആയിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു 20-ാം തീയതി ആയപ്പോൾ എനിക്ക് 27th എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഡേറ്റ് വരുന്നു. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. 27th. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, PhDയുടെ തീസിസ് സബ്മിറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. തീസിസ് സബ്മിറ്റ് ചെയ്യുന്ന ദിവസമായിരിക്കും 27th എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഡിസംബർ 27th ആയിരിക്കും പറയുന്നത്. നവംബറിൽ തീർന്നു പോയെന്നായിരുന്നു എൻ്റെ ഒരു ഐഡിയ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് 20th ആയിട്ടുള്ളൂ, നവംബർ 27th തന്നെയാണ്. അപ്പോൾ ഞാനന്ന് രാവിലെ കാത്തിരിക്കുക എന്തായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ കോളേജിൽ എനിക്ക് ഗസ്റ്റായിട്ട് ജോലി തരാഞ്ഞ ഈ കോളേജിൽ എന്നെ അവിടുത്തെ ഏറ്റവും ഒരു സീനിയർ ടീച്ചറിൻ്റെ 2-3 മിസ് കോൾ. എന്നിട്ട് ആ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, മേരി, ഞാനൊരു വെക്കേഷന് പോവുകയാണ്, ഞാൻ ലണ്ടനിൽ പോവുകയാണ്, ആ ഒരു വേക്കൻസിയിൽ ഒന്ന് വന്ന് പഠിപ്പിക്കണം. അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. കാരണം ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന സ്ഥലത്ത് നമുക്ക് പഠിപ്പിക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് വളരെ നല്ലതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ മിസ്സേ, ഞാൻ വന്ന് പഠിപ്പിച്ചോളാം. അങ്ങനെ ഞാൻ അവിടെ പോസ്റ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് എനിക്ക് പോസ്റ്റ് ഉണ്ടാക്കി എന്നെ മാതാവ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് ചേർക്കുകയാണ്. ഒരു ഞാൻ രജിസ്റ്ററിലോ അവരുടെ ഒഫീഷ്യലി ഒരു ഇതിലും ഇല്ല, പക്ഷേ എന്നെ അവിടെ മാതാവ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് ഇരുത്തുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്തില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ്, എനിക്ക് ഇൻ്റർവ്യൂവിൽ കയറും. ഇൻ്റർവ്യൂ എന്താണെന്ന് അറിയില്ല. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എനിക്ക് ഡോക്ടർ മേരി ആയിട്ട് കയറണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. എല്ലാവരും PhDക്കാരല്ലേ, എനിക്ക് ഡോക്ടർ മേരി ആയിട്ടൊന്ന് കയറണം. അപ്പോൾ ഇമ്പോസിബിളാണ്. എഗൈൻ PhD ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മളുടെ സബ്മിഷൻ കഴിഞ്ഞ് എക്സ്റ്റേണൽ എക്സാമിനർ, ഫോറിൻ എക്സാമിനർ ഇവരൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോൾ മിനിമം 6 മാസം കഴിഞ്ഞ് നമ്മൾ ഡിഫൻസ് നടക്കുകയുള്ളൂ. അപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഡിസംബർ ആയിട്ടും എൻ്റെ സബ്മിഷൻ ഒന്നും ആയിട്ടില്ല. അങ്ങനെ 7-ാം തീയതി ആയിരുന്നു, ഡിസംബർ 7-ാം തീയതി ആയിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇതെല്ലാം നടക്കുന്നത്. അങ്ങനെ ജനുവരി 4-ാം തീയതി ആയപ്പോഴും ഒന്നും പ്രത്യേകിച്ച് തീസിസിൻ്റെ സബ്മിഷൻ ആയിട്ടില്ല. തീസിസ് അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്തു കേട്ടോ. ഡിസംബർ ആയപ്പോൾ തന്നെ എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ കുറേ സമയം എടുക്കും എന്നാണ് സാർ പറഞ്ഞത്. സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, മേരി, ഐ ട്രൈ മൈ ബെസ്റ്റ്, ഇൻ്റർവ്യൂവിന് മുന്നേ നടത്താൻ ഐ ട്രൈ മൈ ബെസ്റ്റ്. പക്ഷേ ആരാണ് എക്സാമിനേഴ്സ് എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. മിനിമം 3 മാസം എടുക്കേണ്ട ഒരു പ്രൊസീജിയറാണ്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ഓരോ അറിയില്ലാത്ത എക്സാമിനേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, അവർക്ക് വേഗം ഒന്ന് കറക്ഷൻ ചെയ്ത് എൻ്റെ യൂണിവേഴ്സിറ്റിയിലോട്ട് അഴക്കാൻ തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ജനുവരി 4-ാം തീയതി ആയപ്പോൾ ഞാനൊരു സാരി വാങ്ങിച്ചു, ഒരു ഗ്രേ കളറിലെ സാരി. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ്, ഈ സാരി 4 തവണയായിരിക്കും കൊടുക്കുന്നത്. ഒരെണ്ണം ഡിഫൻസിൻ്റെ അന്ന്, എൻ്റെ PhD കിട്ടുന്ന അന്ന്, രണ്ടാമത് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അന്ന്,
മൂന്നാമത് എനിക്ക് ജോലി കിട്ടി ഞാൻ ഒപ്പുവെക്കുന്ന അന്ന്. നാലാമത് ഫെബ്രുവരി 3 എൻ്റെ ഉടമ്പടി പുതുക്കുന്ന ദിവസമാണ്, അന്ന് സാക്ഷ്യം പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മേടിച്ച സാരിയാണ് കേട്ടോ ഞാനിന്നോട് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിതെല്ലാം കിട്ടുന്നു, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, എല്ലാം എനിക്ക് കിട്ടുന്നു, ഭയങ്കര വിശ്വാസത്തിലാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. 8-ാം തീയതി ആയപ്പോൾ എൻ്റെ ഗൈഡ് എന്നെ വിളിച്ചു പറഞ്ഞു, മേരി കറക്ഷൻ ചെയ്ത് വന്നിട്ടുണ്ട്, ഇത് വലിയൊരു അത്ഭുതമായിപ്പോയി. 1 മാസത്തിനുള്ളിൽ ഫോറിൻ എക്സാമിനർ അടക്കം കറക്റ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിലോട്ട് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഡിഫെൻസ് നടത്താൻ പറ്റും. പക്ഷേ ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരും ചെന്നൈയിലൊക്കെ പൊങ്കലിൻ്റെ അവധിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നടത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റും വരികയാണ് 25-ാം തീയതി, അതായത് ജനുവരി 25-ാം തീയതി എന്നാണ് വന്നത്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് 25-ാം തീയതിയാണ്, അപ്പോൾ അതിന് മുന്നേ നടത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ അത്ഭുതകരമായിട്ട് 23-ാം തീയതി എനിക്ക് ഡിഫെൻസിനുള്ള ഡേറ്റ് കിട്ടുകയാണ്. അപ്പോൾ വിത്തിൻ സബ്മിഷൻ കഴിഞ്ഞ് 1 മാസത്തിനുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. PhD ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഇത് കേട്ടാൽ മനസ്സിലാകും എന്താണ് ഞാൻ പറയുന്നതെന്ന്. അതിനുശേഷം 23-ാം തീയതി നടന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇൻ്റർവ്യൂ മാറ്റിവെച്ച് 27-ാം തീയതിയിലോട്ടാക്കി. അപ്പോൾ 27-ാം തീയതി എനിക്ക് നേരത്തെ തുടങ്ങി കാണുന്ന ഒരു വിഷനായിരുന്നു 27 എന്നുള്ള ഡേറ്റ്. അത് എൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു ദിവസവും കൂടെയാണ്. പിന്നെയാണ് ഇൻ്റർവ്യൂ നടന്നു. 96 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ശനിയാഴ്ചയായിരുന്നു, കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഇൻ്റർവ്യൂ. ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച രാവിലെ ഞാൻ വിചാരിച്ചു ഞാൻ സാക്ഷി എഴുതാൻ പോവാണ്. ബിക്കോസ് ഈ ശനിയാഴ്ച എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമല്ലോ. അപ്പോൾ ജോലി കിട്ടിയിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ സാക്ഷ്യം മൊത്തം എഴുതി വെച്ചു. ഇവിടെ വന്ന് പറയാനുള്ള സാക്ഷ്യമൊക്കെ ഞാൻ എഴുതി വെച്ചു. ഒരു 12:30 ആയപ്പോൾ എനിക്കൊരു കോൾ വരികയാണ്, മേരി യു ആർ സെലക്റ്റഡ്, യു ഹവ് ഗോട്ട് ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞ് ഒരു ഗവൺമെൻറ് ജോലി അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് ആയിട്ട് എനിക്ക് കിട്ടുകയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, ഇപ്പം നടക്കുന്ന ഈ ഒരു നിമിഷം വരെ നടക്കുന്ന കാര്യമൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ തന്നെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെ തന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എനിക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ വേറൊരു കാര്യം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ ഒരു റൂമുണ്ട്. ആ റൂമിൽ കാറ്റും കാറ്റൊന്നുമില്ലാത്ത ജനലൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു മുറിയാണ്. ആ മുറിയിലോട്ട് ഞാൻ കയറി ചെന്നപ്പോൾ ഒരു ദിവസം കാലണ്ടർ ഇങ്ങനെ ഒറ്റയ്ക്ക് പൊങ്ങി നിൽക്കുക. ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് കാണിച്ചായിരുന്നു, കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. കാലണ്ടർ ഒറ്റയ്ക്ക് പൊങ്ങി നിൽക്കുന്നു. ഒറ്റയ്ക്ക് പൊങ്ങി നിൽക്കുന്നത് ഫെബ്രുവരി എന്നുള്ളൊരു ഡേറ്റ് ആയിട്ടാണ് പൊങ്ങി നിൽക്കുന്നത് മനോരമ കാലണ്ടർ. ആ കാലണ്ടർ കാണിച്ചത് അപ്പോഴൊന്നും എനിക്കിങ്ങനെ മനസ്സിലാവാറില്ല കേട്ടോ. പക്ഷെ ഇപ്പം എനിക്കറിയാം, എനിക്ക് ജോലി കിട്ടിയ ആ ഒരു മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്ന 1-ാം തീയതി. എനിക്ക് ജോലിയിൽ ഞാൻ ആദ്യമായിട്ട് സൈൻ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തന്നേക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും, അപ്പോൾ നമ്മളെല്ലാവരും വളരെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. നമ്മുടെ പ്രാർത്ഥന ജെനുവിൻ ആണെങ്കിൽ ഈശോ കേൾക്കും. മാതാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. യു ജസ്റ്റ് പ്രേ, ഒന്നും നോക്കട്ടെ, നമ്മൾ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുക. സാക്ഷ്യങ്ങൾ കേൾക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും മിസ്സായി പോകും. അപ്പോൾ ഈ സാക്ഷ്യങ്ങൾ പറയുന്ന ആൾക്കാർ ഇത് സക്സീഡ് ചെയ്ത ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും സാക്ഷ്യങ്ങൾ കേൾക്കുക. ഞാൻ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ കേട്ടു. ജോസഫ് അച്ഛൻ അയർലൻഡിൽ നടത്തിയൊരു കൺവെൻഷൻ റിട്രീറ്റ് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു എനിക്കത്. ബിക്കോസ് അതിൽ കറക്റ്റായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ജോസഫ് അച്ഛനും ഒപ്പം വിജയകുമാർ സാറും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ടിപ്സ് എല്ലാം ഞാൻ ഫോളോ ചെയ്തു. വിജയകുമാർ സാർ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഈ ഉപവാസം എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നതും ഉപവാസമാണ്. അപ്പോൾ ഞാൻ ഈ സമയങ്ങളിലൊക്കെ നോൺ വെജാണ്, ഞാൻ ഈ സമയങ്ങളിലൊന്നും നോൺ വെജ് കഴിക്കില്ലായിരുന്നു. അപ്പോൾ അതും ഒരു തരം ഉപവാസമാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെയാണ് വിജയകുമാർ സാർ പറഞ്ഞ വേറൊരു കാര്യം, നമ്മളോട് പൈസയൊക്കെ ചോദിച്ച് നമ്മളുടെ അടുത്ത് വഴിയിൽ വരാറുണ്ടല്ലോ ആൾക്കാർ, അവരെ വിജയകുമാർ സാർ ഇങ്ങനെ തൊട്ട് വണങ്ങുമെന്നും പറഞ്ഞു. ബിക്കോസ് യേശുവാണ് നമ്മുടെ മുന്നിൽ വന്നേക്കുന്നത് അല്ലേ. ആ ഒരു പ്രാക്ടീസ് ഞാനും തുടങ്ങി. അവരെപ്പോഴും നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മളെ വണങ്ങാറില്ലേ, നമ്മളും വണങ്ങണം. ബിക്കോസ് യേശുവാണ് നമ്മുടെ വരെ വന്നേക്കുന്നത്. നമുക്കുള്ളതൊക്കെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കഴിയുന്നത് ഷെയർ ചെയ്യുക. എന്നെ സ്പിരിച്വലി എവിടെന്നോ എങ്ങോട്ടോ കൊണ്ടുപോയി. മാതാവ് എപ്പോഴും ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഈ സാരി വാങ്ങിച്ച് ഞാനിവിടെ ബ്ലെസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മമ്മി അങ്ങനെയാണല്ലോ, മാതാവിനെ എപ്പോഴും കാണിക്കും. അപ്പോൾ ഈ സാരി എനിക്ക് മാതാവിനെ കാണിക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഞാൻ മാതാവിനെ കാണിച്ചു. പക്ഷേ അന്ന് ഞായറാഴ്ചയായിരുന്നു, എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് പൊക്കി കാണിച്ചു, മാതാവ് ഇതാണ് കേട്ടോ ഞാൻ എടുക്കാൻ പോകുന്നത്, എൻ്റെ കൂടെ വന്നേക്കടേ എന്ന് പറഞ്ഞ് ഞാൻ പോയി. സോ എനിക്ക് ഒരുപാട് നന്ദിയാണ്.
പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ പത്രം കൊണ്ടുപോയി ആർക്കും കൊടുത്തില്ല. പിന്നെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങിയത്. പള്ളികളിലും ഓട്ടോറിക്ഷ ചേട്ടന്മാർക്കും മെട്രോ സ്റ്റേഷനിലും ഒക്കെ ആയിരുന്നു എനിക്ക് പത്രം കൊടുക്കാൻ ആദ്യത്തെ ഒരു ദിവസം മാത്രം ഇവരെന്ത് പറയും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ വളരെ സന്തോഷത്തോടെയാണ്, എനിക്കിപ്പോൾ ഒരു 100 കെട്ട് പത്രം തന്നാലും ഞാൻ സന്തോഷമായിട്ട് കൊടുക്കും. എനിക്ക് ഒരു കുഴപ്പമില്ല. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഹാപ്പിയാണ്. ഐ എം വെരി ഹാപ്പി. എന്നെ പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഐ എം വെരി ഹാപ്പി. സന്തോഷത്തോടെ പത്രങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. എന്നോട് ചോദിക്കുന്ന എല്ലാവർക്കും, ആര് ചോദിച്ചാലും എന്നിൽ കഴിയുന്ന വിധം ഫിനാൻഷ്യലി ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മാതാവിനോട് പ്രാർത്ഥിക്കും, എനിക്ക് അധികമൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്നോട് ആരെങ്കിലും ഒന്ന് ലൈക്ക് ജെനുവിനായിട്ടുള്ള വലിയൊരു എന്നോടൊന്ന് ചോദിച്ചേക്കണേ എന്ന് ഞാനൊരു പ്രാവശ്യം ആലോചിച്ചപ്പോൾ, പണ്ട് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി ഒരു പ്രാവശ്യം ഒരു ഫേസ്ബുക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്, എന്നാൽ ഒരു വലിയ ഫ്രണ്ട്സ് പോലും ആയിരുന്നില്ല ഞങ്ങൾ. ആ കുട്ടി ഒരു ദിവസം എന്നോട് വിളിച്ച് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എൻ്റെ ഫാദറിന് വയ്യ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ സന്തോഷത്തോടെയാണ് കൊടുത്തത്. എന്നപ്പോൾ അവളും പറഞ്ഞു ഞാൻ ഫെബ്രുവരി തരാം. ഞാൻ പറഞ്ഞു എനിക്ക് തരണ്ട, ഞാൻ സന്തോഷത്തോടെയാണ് തരുന്നതെന്നും പറഞ്ഞ് അങ്ങനെ എന്നിൽ കഴിയുന്ന വിധം. അതുപോലെ തന്നെ ഞാനൊരു ടീച്ചറാണല്ലോ, അപ്പോൾ ഞാൻ OET പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് കൂടെയാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും റീഡിങ്ങും ലിസണിങ്ങും ബുദ്ധിമുട്ടാണ്. ഞാൻ റീഡിങ്ങിൻ്റെ ലിസണിങ്ങിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ടീച്ചറുമാണ് ഞാൻ. അപ്പോൾ ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. എന്നിൽ കഴിയുന്ന രീതി അതൊക്കെയാണ്. പക്ഷേ അധികം കുട്ടികളൊന്നും പഠിപ്പിച്ചിട്ടില്ല. കുറച്ച് പിള്ളേരെ വരുന്ന പിള്ളേരോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചോളാം എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ഉടമ്പടിയിലൂടെ ലഭിച്ച ഒരു ജോലിനെ കുറിച്ചുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഉടമ്പടി സാക്ഷ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സാക്ഷ്യം എല്ലാ മേഖലയിലുള്ളവരും ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് എത്തുന്നുണ്ട്. നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഇവിടെ കപ്പലിലൊക്കെ വർക്ക് ചെയ്യുന്ന ക്യാപ്റ്റൻ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, പൈലറ്റ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ ഫീൽഡിലുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. മത്സ്യത്തൊഴിലാളികളായിട്ടുള്ളവർ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്നവരും ഒരു സാക്ഷ്യം ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡയറക്റ്റ് അർത്ഥം എന്ന് പറയുന്ന ഉടമ്പടി എല്ലാ മേഖലയും കവറപ്പ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ അമ്മ കടന്നു ചെല്ലാത്ത മേഖലയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അർത്ഥം. അത് ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇവിടെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടികളൊക്കെ പറയുന്നത് പോലെ ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു PhD സബ്മിഷനും അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഇതോട് ബന്ധപ്പെട്ടവർക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷെ അതൊക്കെ വളരെ വേഗം നടന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ തുടക്കത്തിലെ 2-3 കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ള ഒന്ന്, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ മനോഭാവം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിനു മുൻപിൽ എളിമയോടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാനായിട്ടൊരു മനസ്സ് ഉള്ളൊരു ഹൃദയത്തിലാണ് ദൈവം വരുന്നത്. അല്ലെങ്കിൽ ഉടമ്പടി വർക്കൗട്ടാണ്. നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞ ഉടമ്പടി വർക്കൗട്ടാകുന്നുള്ളതാണ്. അതാണ് മാതാവ് തൻ്റെ താഴ്മയെ ദൈവം തൃക്കൺ പാർത്തു എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ എളിമ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയിൽ അല്ലെങ്കിൽ ദൈവകൃപ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക്, ഉടമ്പടി എടുക്കുന്ന വ്യക്തിക്ക് ആദ്യം ഉണ്ടാകേണ്ടതാണ്. ഒരു പക്ഷേ പല സാക്ഷ്യങ്ങളും നിങ്ങൾ വിലയിരുത്തി പ്രാർത്ഥനാപൂർവ്വം വിലയിരുത്തുമ്പോൾ അവർക്ക് ആദ്യം സംഭവിക്കുന്നത് ഇവരെ എളിമപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ദൈവം അവർക്ക് ചില ടെസ്റ്റുകൾ നടത്തും. ഒരു പക്ഷേ അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ദൈവകൃപയാണെന്ന് പൂർണ്ണമായിട്ടും ആ വ്യക്തി മനസ്സിലാക്കേണ്ടതിന് ഇങ്ങനൊരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അത് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിശ്വാസത്തെ പോലെ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ദൈവം നമ്മളെ ഒരുക്കും. നമ്മളായിട്ട് ഒരുങ്ങിയില്ലെങ്കിൽ ഉടമ്പടി എടുത്ത വ്യക്തികളെ ദൈവമായിട്ട് ഒരുക്കാനുള്ള സാഹചര്യങ്ങൾ ക്രമപ്പെടും. അപ്പോഴും ദൈവത്തെ വിട്ടുപിരിയാതെ ചേർന്ന് നിൽക്കുമ്പോൾ, ഇപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ 2ാം ഭാഗത്തിൽ പറയുന്നത് പോലെ അച്ഛൻ എപ്പോഴും ഒരു എയർ ലിഫ്റ്റ് എന്നൊരു വാക്കാണ് ടീച്ചർ ഉപയോഗിച്ചത്. ഇതുപോലെ നമ്മുടെ നിയോഗത്തിൽ നമ്മൾ പോലും ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരു മാറ്റമുണ്ടാവും. അപ്പം നമുക്ക് കൺഫർമേഷൻ കിട്ടും. അതായത് ഞാൻ പോകുന്ന റൂട്ട് കറക്റ്റാണ്, ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ്. പിന്നെ 2ാമത് ഉടമ്പടി പുതുക്കാനായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ 2ാമത് ഉടമ്പടിയുടെ ആവശ്യത്തിന് ഇവിടെ വരുമ്പോൾ കൂടുതൽ പഠിച്ചിട്ടാണ് വരുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഒരു പക്ഷേ ഇത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. ഒരു പക്ഷേ അതിന് ഈ വ്യക്തിയെ സഹായിച്ചത് സാക്ഷ്യങ്ങളാണ്. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, സാക്ഷ്യങ്ങളും ഉടമ്പടി ആരാധനയും എപ്പോഴും നമുക്ക് അഭിഷേകത്തോടെ കേൾക്കുമ്പം അത് വലിയ അനുഭവം ഉണ്ടാക്കും. ഇപ്പോൾ ഈ ഒരു സാക്ഷ്യം പറഞ്ഞപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്
ഒരു സാക്ഷ്യം കേൾക്കാനായിട്ട് ഇടവന്നു. പിന്നീട് ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടു. അപ്പോൾ ഈ സാക്ഷ്യത്തിലൊക്കെ ഒരു അഭിഷേകമുണ്ട്. നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ കേട്ടുന്ന നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ചിലർ ഈ പത്രം കിട്ടിയ ഉടനെ എനിക്ക് ഞെട്ടലുണ്ടായി, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു എന്നൊക്കെ പറഞ്ഞ് എത്രയോ സാക്ഷ്യങ്ങളിൽ ആവർത്തിച്ച് വരുന്നത്. ഇപ്പോൾ ഈ കണ്ണുനീര് കണ്ണിൽ നിന്ന് വരിക, അതൊരു റീസൺ ഇല്ലാതെ ഒരു പ്രാർത്ഥനാനുഭവത്തിൽ വരിക എന്നൊക്കെ പറയുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ അടയാളമായിട്ടാണ് ആത്മീയമായ ഒരു പശ്ചാത്തലത്തിൽ അത് വായിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ അതിലുള്ള ആത്മാവിനെ നമുക്ക് സ്പർശിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ളൊരർത്ഥം കൊണ്ടിടും. പിന്നെ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് ഒരു ക്ലാരിറ്റി വരുത്തി പിന്നീട് ഉടമ്പടി വന്ന് ക്ലിയർ ആയിട്ട് അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വിശ്വസ്തയോടുകൂടി ഇതിനകത്ത് നിൽക്കുമ്പോൾ ദൈവം കൺഫേം ചെയ്ത് തരും. ദൈവം നമുക്കുണ്ടാകുന്ന ചെറുതും വലുതുമായ സംശയങ്ങളെ ദൈവം ദൂരീകരിച്ച് തരും, അതിന് പലരെയും ഭാഗമാക്കും. അപ്പോൾ ഉടമ്പടി ആരാധനയെക്കുറിച്ചും ഒപ്പം വിജയകുമാർ സാറിൻ്റെ ടോക്കിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഉടമ്പടി ആരാധനയെ പോലെ മാസം മാസം നമ്മൾ വിജയകുമാർ സാറിൻ്റെ ടോക്കുമൊക്കെ നമ്മൾ ഓൺലൈനിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കുന്നവരെല്ലാം ഇതെല്ലാം കേൾക്കണം. കാരണം ഇതൊക്കെ ഒരു ടോപ്പിക്കല്ല ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ട് തുടങ്ങുമ്പോൾ അറിയാം, നിങ്ങൾ പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങിയൊക്കെയാണ് അത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് തുടർന്ന് കേൾക്കാനായിട്ടുള്ളൊരു അഭിഷേകം ദൈവം തന്നെ തരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി അതിൻ്റെ സാക്ഷ്യങ്ങളും നമ്മൾ ഉപകരിക്കും. അവരെ പ്രത്യേകിച്ച് താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ അതിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ ഇപ്പോൾ കലണ്ടറിൻ്റെ കാര്യം പറയുമ്പോഴും വ്യക്തിപരമായിട്ട് കുടുംബത്തിലുണ്ടാകുന്നൊരു മരിയം ഭക്തിയുടെ ആഫ്റ്റർ എഫക്റ്റും എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിലും ഇപ്പോൾ വ്യക്തിപരമായിട്ടൊരു അനുഭവം ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആഴത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ എന്നും കൂടുതൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി പേരുപോലെ തന്നെ ഒരുപാട് അമ്മ മാതാവിൻ്റെ സാന്നിധ്യമായിട്ട് മാറുവാൻ ഈശോ ഈ മകളെ ഉപയോഗിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ മകൾക്ക് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്